അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇട്ട് ഒരു 6 ബ്രാലിനെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇട്ട് വെട്ടിപ്പിടിക്കുകയായിരുന്നു ഇത്. ഹലോ, ഞങ്ങളിത് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഈ തോട്ടിൽ നിറച്ച് മീൻ കയറിയേക്കാണ്. തോട് ഈ തോട്ടിൽ കൂടെ ന്യായമായി ഇപ്പോൾ വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും വരും മീൻ പിടിക്കാൻ വേണ്ടി. ഭയങ്കര തിരക്കായിരിക്കും. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ജനമായിരുന്നു ഇവിടെ. നിറച്ച് മീൻപിടുത്തക്കാരായിരുന്നു. കപ്പൽ പോകുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, കപ്പലും വഞ്ചിയൊന്നും ഇതിൽ ഓടിക്കാൻ പറ്റില്ല, ഇത് ചെറിയ വീതി കുറഞ്ഞാണ്. ഇപ്പോൾ ഈ അടുത്തിലൊക്കെയാണ് കെട്ടി തിരിച്ചേക്കണത്. ഇത് അപ്പുറത്ത് തോട്ടിൽ നിന്ന് വന്നതാണ് ഈ വെള്ളം. ഈ വെള്ളത്തിൽ കൂടെയാണ് മീൻ മൊത്തം ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഗൈസ്. അവിടെയൊക്കെ മീൻ ഇങ്ങനെ തട്ടി ഇരിപ്പുണ്ടാവും. അപ്പോൾ അതാണ് പുള്ളി ഇങ്ങനെ നോക്കണേ. നിലവിൽ നമുക്ക് ഇതുവരെ ആകെ 2 ബ്രാലാണ് കിട്ടിയേക്കണത്. ഇത്ര നേരം നമ്മൾ നോക്കിയിട്ട്. ഗേസ് ഇതുവരെ നിലവിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ തോട്ടിൽ കൂടെയാണ് ഇന്നലെ 6 ബ്രാലാണ് ഈ തോട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ 6 ബ്രാല് ഈ ഇതിനകത്തുനിന്ന് ഈ കണ്ടത്തിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം കയറി. ഇത് നിറച്ച് വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് മീൻ കയറി ഈ തോട്ടിലോട്ട് കയറാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇട്ട് ഒരു 6 ബ്രാലിനെ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇട്ട് വെട്ടിപ്പിടിക്കുകയായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, മീൻ വെട്ടിപ്പിടിക്കാൻ കറണ്ട് ഇടാതെ. ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ വെറുതെ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത് മാത്രമാണ് ഞങ്ങൾ പിടിക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പിടിക്കുന്ന ആൾ ഗൈസ്. അതായത് പുള്ളി എന്തോ കണ്ടിട്ടുണ്ട്, മീനിൻ്റെ ആൾ എന്തോ കണ്ടിട്ടുണ്ട്. കലക്കച്ചാറായതുകൊണ്ടാണ് നമുക്കിത് മീൻ തെളിഞ്ഞ് കാണാത്ത. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ജസ്റ്റ് മിസ്. ജസ്റ്റ് മിസ്സായി പോയി ആ മീൻ. അതും ജസ്റ്റ് മിസ്സാണ്. നിലവിൽ നമുക്ക് ഇതുവരെ ആകെ 2 ബ്രാലാണ് കിട്ടിയേക്കണത്. ഇത്ര നേരം നമ്മൾ നോക്കിയിട്ട് ഗെയ്സിന് അതല്ല ഗെയ്സുമാരെ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഗെയ്സ് ഇനി മഴ ശക്തമായി കൂടുകയാണെങ്കിൽ ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറി ഈ റോഡിലോട്ട് ഇങ്ങോട്ടൊക്കെ കിടക്കും. അപ്പോൾ മീൻ നമുക്ക് പറക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട്. അപ്പോൾ മീൻ കയറുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ കൊല്ലവും ഇതുപോലെ മീൻ കയറാറുള്ളതാണ് ഇവിടെ.